ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ തിരികെ എത്തി. പകൽ 3 മണിയോടെ കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിലാണ് ആക്സിയം 4 ദൗത്യ സംഘത്തെ വഹിച്ചുള്ള പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. നാസയുടെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ ദൗത്യ കമാൻഡർ പെഗ്ഗി വിറ്റ്സനാണ് ആദ്യം പുറത്തിറങ്ങിയത്. രണ്ടാമതായി ശുഭാംശു പുറത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നാലെയാണ് പോളണ്ടിൽ നിന്നുള്ള സാവോസ്യു വിസ്നീസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാംബു എന്നിവരും പുറത്തേക്ക് വന്നത്. ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ആ ദൃശ്യങ്ങൾ വളരെ അഭിമാനത്തോടെ നമ്മൾ കണ്ടതാണ് ഇന്ന് വൈകുന്നേരം. ഇനി അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ജൂൺ 26-ാം തീയതിയാണ് ശുഭാംശു ഇവിടെ നിന്ന് ആ ദൗത്യസംഘം, ശുഭാംശു ഉൾപ്പെടെയുള്ള 4-അംഗ ദൗത്യസംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. അതിനുശേഷം 18 ദിവസം അവിടെ 18 ദിവസത്തെ വാസം പൂർത്തിയാക്കിയാണ് മടങ്ങിയത്. 60 പരീക്ഷണങ്ങൾ അവിടെ 60 പരീക്ഷണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച്, ശുഭാംശു ശുക്ലയെ സംബന്ധിച്ച് 7 പരീക്ഷണങ്ങളാണ്. അത് പ്രധാനപ്പെട്ട അസ്ഥികളും പേശികളും എങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു പരീക്ഷണം. മറ്റൊന്ന് മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് ഈ സൂക്ഷ്മ ജലജീവികളുടെ വളർച്ച എന്നുള്ളതായിരുന്നു മറ്റൊരു പരീക്ഷണം. പ്രത്യുൽപാദനമായിരുന്നു മറ്റൊന്ന്. അവിടെ കൃഷി ചെയ്യുക, അതായത് വിത്തുകൾ മുളപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. പിന്നെ കമ്പ്യൂട്ടറും എങ്ങനെയാണ് അവിടെ മനുഷ്യൻ മൈക്രോഗ്രാവിറ്റിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള പരീക്ഷണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ 7 പരീക്ഷണങ്ങൾ നടത്തി. മൂലകോശങ്ങളെ കുറിച്ചുള്ള പരീക്ഷണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട 7 പരീക്ഷണങ്ങൾ നടത്തിയാണ് ശുഭാംശു ശുക്ലയും സംഘവും തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ആ നിലയത്തിൽ തങ്ങുന്ന 7 ശാസ്ത്രജ്ഞരോടും യാത്ര പറഞ്ഞ് ശുഭാംശു ഉൾപ്പെട്ട 4-അംഗ സംഘം ഈ ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:37 പേടക നിലയവുമായി ബന്ധിപ്പിച്ച ആ വാതിലടച്ചു. അതിനുശേഷം 4:35 ആദ്യം പറഞ്ഞത്. 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. 4:45 ഭൂമിയിലേക്കുള്ള 22.5 മണിക്കൂർ നീണ്ട യാത്ര ശുഭാംശുവും സംഘവും തുടങ്ങുകയായിരുന്നു. ആ നിലയത്തിലേക്ക് ചരക്കുകൾ മറ്റും കൊണ്ടുപോയിട്ടുള്ള ആ പേടകത്തിന്റെ ഡ്രങ്ക് ബാഗും അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുന്നതിന് മുൻപായി ഈ ക്രൂ മൊഡ്യൂളിൽ നിന്ന് വേർപെടുന്ന തരത്തിലായിരുന്നു അതിന്റെ ക്രമീകരണങ്ങൾ. നമ്മളതെല്ലാം ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. 5.7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് 2 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചും 2 ഘട്ടങ്ങളായി പാരച്യൂട്ടുകൾ വിടർന്നു. അതിനുശേഷം അതിനെ തുടർന്നാണ് ഈ ശാന്തസമുദ്രത്തിലേക്ക് സുരക്ഷിതമായി പതിച്ചത്. ഇനി എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യം, ഇല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, എപ്പോഴാണ് ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ശുഭാംശുവിന് നമ്മൾ നൽകിയ യാത്രയയപ്പ് കണ്ടതാണ്. ഒരു ഇന്ത്യക്കാരൻ ഈ നേട്ടം കൈവരിക്കുക എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ശുഭാംശു അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം അഭിമാനം ഉണ്ടായി എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഈ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഈ സംഘത്തെ ഇനി ഒരാഴ്ച പാർപ്പിക്കുക. ഇന്നിപ്പോ അവർ നടന്നാണ് പോയത്. അതിൽ നിന്ന് ഇറങ്ങി, ആ പേടത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതാണ് കണ്ടത്. നോർമലി അങ്ങനെ സംഭവിക്കാത്തതാണ്. പക്ഷേ ഇവര് ചെറിയൊരു ഡ്യൂറേഷനിൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ആരോഗ്യപരമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭൂഗുരുത്വ ബലമടക്കമുള്ള ഒരു സാഹചര്യം, അതുമായിട്ട് അവർ പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഈ ഒബ്സർവേഷൻ പീരീഡ്. ഈ ശുഭാംശുവിന്റെ ആരോഗ്യനില നിരീക്ഷിക്കാൻ ISROയുടെ സംഘവും അമേരിക്കയിലുണ്ട്. ശുക്ല ഓഗസ്റ്റില് ഇന്ത്യയിലെത്തും, അതായത് അടുത്ത മാസം ഇന്ത്യയിലെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നൊരു ചരിത്ര നേട്ടമാണ് ശുഭാംശു ശുക്ല കൈവരിച്ചിരിക്കുന്നത്. രാകേഷ് ശർമ്മയുടെ 1984 ആ ദൗത്യത്തിന് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന 2ാമത്തെ ഇന്ത്യക്കാരനുമാണ് ഇപ്പോൾ ശുഭാംശു ശുക്ല. ദൗത്യത്തിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഇന്ത്യയുടെ ഒരു മനുഷ്യ ബഹിരാകാശ യാത്രാ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമായിട്ട് തന്നെ കാണണം. രാജ്യത്തിന്റെ ഒരു വരാനിരിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലായും അതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. ആ തരത്തിലാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. അതൊരു വലിയ നാഴികക്കല്ല് തന്നെയാണ്. കാരണം ഒരുപാട് പേർക്ക് പ്രോത്സാഹനമാകുന്ന, പ്രചോദനമാകുന്ന തരത്തിലുള്ളൊരു മിഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് വന്ന് തിരിച്ചിറങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് ഒരു 18, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18 ദിവസത്തെ വാസമാണ് അവിടെ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് സംഘം തിരിച്ചെത്തിയിരിക്കുന്നത്. 22 മണിക്കൂറോളം ഭൂമിയെ വലം വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നത്. പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് ഇറങ്ങുന്നു. അതായത് അതൊരു നോർമൽ പ്രോസസ്സാണ്. അത് നേരത്തെ സിസ്റ്റം സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ പ്രോസസ് എല്ലാം കഴിഞ്ഞാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. തുടർന്ന് ഈ സ്പേസ് എക്സിന്റെ
റിക്കവറി ടീം ഈ പേടകം വീണ്ടെടുത്ത് കപ്പലിലെത്തിച്ചു. അതിനുശേഷം അരമണിക്കൂർ നീണ്ട പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ആ മുഴുവൻ സമയവും നമ്മൾ പ്രേക്ഷകർ കണ്ടു കാണും. അത്രയും തന്നെ നമ്മൾ അത് ലൈവായിട്ട് തന്നെ കൊടുത്തിരുന്നു. അങ്ങനെ ആ അരമണിക്കൂർ നീണ്ട പ്രവർത്തനത്തിലാണ് സംഘത്തെ പുറത്തെടുത്തത്. പുറത്തിറങ്ങിയവരെ ആ ലോകത്തെ അഭിവാദ്യം ചെയ്തത് നമ്മൾ കണ്ടു. നമ്മൾ കണ്ടത് ശുഭാംശു ശുക്ലയുടെ പ്രത്യേകിച്ച് അദ്ദേഹം കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ ദൃശ്യം കണ്ടതിന് ശേഷം തിരിച്ചത് is in space on 5 flights. She is the 7th on the all. And we've got our pilot Shubhanshu Shukla as our second crew member exiting the spacecraft. And some big smiles, as you said. നമ്മൾ കാത്തിരുന്നത് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ എടുത്തു അത് പുറത്തേക്ക് വരാൻ. നമ്മൾ അടുത്തത് ആരായിരിക്കും വരിക എന്ന് ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സമയത്താണ് ശുഭാംശു രണ്ടാമതായി പുറത്തേക്ക് വന്നത്. ആ അരമണിക്കൂർ നീണ്ട പ്രവർത്തനത്തിന് ഇടയിൽ അവസാനത്തിലാണ് ഈ സംഘത്തെ പുറത്തെടുത്തത്. പുറത്തെത്തിയവര് ലോകത്തെ അഭിവാദ്യം ചെയ്തു. ശുഭാംശു കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തത് കണ്ട് നമ്മൾ അഭിമാനം കൊണ്ടു.